ഭാരതത്തിൻ്റെ ഭരണഘടന രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ച ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ നോർത്ത് ഈസ്റ്റിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജെയിംസ് ജോയ് മോഹൻ നിക്കോൾസ് റോയ് എന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരണത്തിന് വേണ്ടി ശ്രമിച്ചതിൽ പ്രധാനപ്പെട്ട ചില ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ജവഹർലാൽ നെഹ്റു, KM ജോഷി, അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ, ഇങ്ങനെയുള്ള ചില മഹാരഥന്മാരുടെ പേരുകളാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നതും ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടിരിക്കുന്നതും. എന്നാൽ അവരോടൊപ്പം പ്രവർത്തിച്ച, ഭരണഘടനാ രൂപീകരണ വേളയിൽ അവരോടൊപ്പം അധ്വാനിച്ച ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ നോർത്ത് ഈസ്റ്റിലുണ്ടായിരുന്നു എന്നത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ പേരാണ് നിക്കോൾസ് റോയ്. നെഹ്റുവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന, സ്നേഹബന്ധം പുലർത്തിയിരുന്ന, ഭരണഘടനാ ചർച്ചാവേളകളിൽ പ്രാർത്ഥിച്ച് യോഗം ആരംഭിച്ചിരുന്ന, അതിന് നേതൃത്വം കൊടുത്തിരുന്ന ആളായിരുന്നു നിക്കോൾസ് റോയ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന സ്ഥലം സ്റ്റേറ്റ് മേഘാലയായിരുന്നു. അവിടെ അദ്ദേഹം മന്ത്രിയായിരുന്നു. അതിനു മുമ്പ് ആസാം സർക്കാരിലും അദ്ദേഹത്തിന് പ്രാതിനിധ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു. പെന്തക്കോസ്ത് മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു പെന്തക്കോസ്ത് വിശ്വാസത്തിന് വേണ്ടി അടിയുറച്ചു നിന്നിരുന്ന ഒരു നല്ല പ്രീച്ചർ ആയിരുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് നെറ്റുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് കഴിയുന്നത്. 1884 ജൂൺ 12 അദ്ദേഹം ജനിച്ചത്. 1959 നവംബർ 1 അദ്ദേഹം നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു. 2009 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം സ്റ്റാമ്പും ഇറക്കുകയുണ്ടായി. നോർത്ത് ഈസ്റ്റിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി അധ്വാനിച്ച ഒരു മകനായിരുന്നു നിക്കോൾസ് റോയ്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ പ്രവർത്തിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ചർച്ച് ഓഫ് ഗോഡ് പലതുണ്ട്. അതുകൊണ്ട് പല ചർച്ച് ഓഫ് ഗോഡുകൾ വന്നു കഴിഞ്ഞപ്പോൾ നിക്കോൾസ് റോയ് പ്രവർത്തിച്ചിരുന്ന ചർച്ച് ഓഫ് ഗോഡിൻ്റെ പേര് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് മാറ്റി നാമകരണം ചെയ്യുകയുണ്ടായി. അവരുടെ ഓഫീസാണ് എറണാകുളത്ത് എക്ലീഷ്യ എന്ന് പറയുന്ന ആ ബൈബിൾ കോളേജ്, അവരുടെ സഭാ ആസ്ഥാനം പ്രവർത്തിക്കുന്ന ആ സെൻറ്റർ പാലാരിവട്ടത്ത്. നിക്കോൾസ് റോയ് എന്ന് പറയുന്ന ഈ പെന്തക്കോസ്ത് പ്രീച്ചർ തൻ്റെ കഴിവും പ്രാപ്തിയും ന്യൂനപക്ഷ സമൂഹങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഹില്ലി സ്റ്റേറ്റിലുള്ള ഈ നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറം ഈ ഭാഗത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ക്ഷേമത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുകയും സുവിശേഷ പ്രചരണങ്ങൾ ശക്തമായി നടത്തുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു നിക്കോൾസ് റോയ്. പുകവലിക്കെതിരെ, മദ്യപാനത്തിനെതിരെ, അതുപോലുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെ അഹോരാത്രം അദ്ദേഹം അധ്വാനിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. മേഘാലയയിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. അദ്ദേഹം പെന്തക്കോസ്ത് മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. വളരെ വിശുദ്ധനും നല്ല മനുഷ്യനുമായിട്ടാണ് നിക്കോൾസ് റോയിയെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. ഭരണഘടനാ ശില്പികളുടെ കൂടെ അതിൽ ഒരു അംഗമാകുവാനായിട്ട് ഈ പെന്തക്കോസ്ത് പാസ്റ്ററായ നിക്കോൾസ് റോയ് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. ക്രിസ്ത്യൻ മൂല്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹം കഴിഞ്ഞു. 6ാം ഷെഡ്യൂൾ എന്ന് പറയുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ആ വിഭാഗത്തിലെ നല്ലൊരു ഭാഗം എഴുതി ചേർത്തത് മുഴുവൻ നിക്കോൾസ് റോയിയുടെ ശ്രമഫലമായിട്ടായിരുന്നു. അങ്ങനെ അറിയപ്പെടുന്ന ഒരു പെന്തക്കോസ്തുകാരനായ ഒരു പാസ്റ്ററും കൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചു എന്നത് നമുക്ക് ഏവർക്കും പ്രശംസിപ്പാനും ആത്മാഭിമാനത്തിനും വകയുള്ള വസ്തുത തന്നെയാണ്. അദ്ദേഹം ഇന്നും പഴയ ആളുകൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ആളുകളൊന്നും തന്നെ ജീവിച്ചിരിപ്പില്ല. 4ാം തലമുറയിലെ 5ാം തലമുറയിലെ ആളുകളൊക്കെയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ. അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഈ രാജ്യം ഏറെ സ്മരിച്ചിരുന്നു
എന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രത്യേക വസ്തുത ഇതിൽ നാം മനസ്സിലാക്കേണ്ടത്, ഏത് സമൂഹത്തിൻ്റെയും ഉന്നമനത്തിന് വേണ്ടി എപ്പോഴും ഭരണ പങ്കാളിത്തം ഉള്ളത് നല്ലത് തന്നെയാണ്. ഭരണ പങ്കാളിത്തം ഇല്ല എങ്കിൽ ഭരണത്തിലുള്ള സമുദായസ്ഥർ കയറി അധികാരം പിടിച്ചെടുക്കുകയും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും അധികാരത്തിൽ ഇരിക്കുന്നത് ആ സമൂഹത്തിനും ആ ഗ്രൂപ്പിനും എപ്പോഴും ഗുണകരമാകും, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നതിന് സംശയമില്ല. ഇവിടെ ഒരു പെന്തക്കോസ്തുകാരനായ പാസ്റ്റർ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരു പക്ഷേങ്കിൽ ന്യൂനപക്ഷ സമൂഹങ്ങളുടെ അവകാശങ്ങൾ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങൾക്ക് സംരക്ഷിക്കപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട കാതലായ വിഷയങ്ങൾ 6-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ സഭാ പശ്ചാത്തലം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. AD ഖാൻ എന്നൊക്കെ പറയുന്ന ദേവദാസന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഈ ദക്ഷിണേന്ത്യ ദൈവസഭയിൽ മെമ്പറായിരുന്നു. അദ്ദേഹം സുവിശേഷ പ്രഭാഷകനായിരുന്നു. ആ സഭ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്കാളിത്തമൊക്കെ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കേരളവുമായി അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്നു. കാസർഗോഡ് പ്രവർത്തിക്കുന്ന ഡെന്നീസ് പടികത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പിതാമഹനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു നിക്കോൾസ് റോയി. അദ്ദേഹത്തിൻ്റെ ഡെന്നിസ് സ്പടികത്തിൻ്റെ പിതാമഹനോടൊപ്പം അവരെ കാസർഗോഡ് നിന്ന് താമസിക്കുകയും സുവിശേഷ പ്രചരണങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഖാൻ അങ്ങനെ കേരളവുമായി ഖാൻ മറ്റൊരു ദേവദാസനാണ്. നിക്കോൾസ് റോയ്ക്ക് കേരളവുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്പടികം പാസ്റ്ററുടെ പിതാമഹന്റെ പേരാണ് ജോഷുവ നാഥൻ സ്പടികം. അവരെല്ലാം ദക്ഷിണേന്ത്യ ദേവസഭയുടെ അംഗങ്ങളായിരുന്നു അന്ന് സജീവമായിട്ട്. ഇനി ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭയുടെ സീനിയർ ശുശ്രൂഷകനായിരുന്ന സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായിരുന്ന പാസ്റ്റർ K. എബ്രഹാം അവർ ഈ ദക്ഷിണേന്ത്യ ദേവസഭയിൽ പ്രവർത്തിച്ചിരുന്നതായി ഞാൻ മുമ്പൊരു വീഡിയോ ക്ലിപ്പിൽ പറഞ്ഞിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. 1922 ജനുവരി 30 പാസ്റ്റർ K. എബ്രഹാം സാറിൻ്റെ വിവാഹം നടന്നത് ദക്ഷിണേന്ത്യ ദൈവസഭയുടെ മേൽനോട്ടത്തിലായിരുന്നു. അവിടുത്തെ സഭാംഗവും അവിടുത്തെ പ്രവർത്തകനും സജീവ സാന്നിധ്യമായിരുന്നു K. എബ്രഹാം സാറ് ആ കാലത്ത്. K. എബ്രഹാം സാറിൻ്റെ ആത്മകഥയിൽ അധ്യാപകനായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏത് സ്കൂളാണ്, ആരുടെ ഉടമസ്ഥയിലുള്ള സ്കൂളാണ് എന്ന് ആ ഭാഗങ്ങളിൽ സൂചിപ്പിച്ച് കാണുന്നില്ല. ഇനി അദ്ദേഹം മറന്നതാണോ, ഇനി സൗകര്യപൂർവ്വം സ്വയം മറക്കാൻ വിധേയപ്പെട്ട് മറന്നതാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും സ്കൂളിൽ പഠിപ്പിച്ചു എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. ഇനി ഞാൻ വായിച്ചെടുത്തതിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള അറിവിലേക്ക് പറയുന്നു, ദക്ഷിണേന്ത്യ ദേവസഭയുടെ ഇന്നും പ്രവർത്തിക്കുന്ന ചെങ്ങന്നൂരിലെ ഗിരിദീപ സ്കൂളിൽ അധ്യാപകനായിരുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭയുടെ സീനിയർ ലീഡേഴ്സിൽ അല്ലെങ്കിൽ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന പാസ്റ്റർ K. എബ്രഹാം. അദ്ദേഹത്തിന് ആ സംഘടനയായി ബന്ധമുണ്ടായിരുന്നു. ആ സംഘടനയിലെ സജീവ സാന്നിധ്യമായിരുന്നു K. എബ്രഹാം. അപ്പം ഞാൻ പറഞ്ഞത് K. എബ്രഹാമിൻ്റെ വിവാഹകാര്യമോ അദ്ദേഹത്തിൻ്റെ സഭാപ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കാനല്ല. പക്ഷേ ഈ ദക്ഷിണേന്ത്യ ദേവസഭയ്ക്ക് K. എബ്രഹാം സാറുമായിട്ടുണ്ടായിരുന്ന ആത്മബന്ധം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കളരി ആദിമ കാലഘട്ടങ്ങളിൽ ഈ എക്ലീഷ്യായിൽ, അവിടെ എറണാകുളത്തെ ഓഫീസിൻ്റെ പേര് ഇപ്പോൾ എക്ലീഷ്യ എന്നാണ്, എക്ലീഷ്യ സഭയുമായി അല്ലെങ്കിൽ ദക്ഷിണ ദേവസഭയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ വിഷയം നിക്കോൾസ് റോയ് തന്നെയാണ്. അങ്ങനെ K. എബ്രഹാം സാറും അംഗമായിരുന്ന ഈ ദക്ഷിണേന്ത്യ ദേവസഭയുടെ ഒരു പ്രസംഗകനും പെന്തക്കോസ്ത് അനുഭവമുള്ളയാളും പെന്തക്കോസ്ത് പ്രീച്ചറുമായിരുന്നു നിക്കോൾസ് റോയ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. വളരെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ഈ വിഷയം നിങ്ങളോട് പറയുന്നത്. ഒരു പെന്തക്കോസ്ത് ലീഡർ മയക്കുമരുന്നിനെതിരെയും അതുപോലെ മദ്യത്തിനെതിരെയും ലഹരി വസ്തുവിനെതിരെയും പോരാടുകയും പാർശ്വവൽക്കരിക്കപ്പെട്ട നോർത്ത് ഈസ്റ്റിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർക്കുകയും ചെയ്യുന്ന നേതൃത്വം വഹിച്ച
ഒരു പെന്തിക്കോസ്ത് പാസ്റ്റർ നിക്കോൾസ് റോയി ഇന്നും ഇന്ത്യയിലെ പെന്തിക്കോസ്തുകാരുടെ അഭിമാനമായി നിൽക്കുകയാണ്. അദ്ദേഹം 1959 അദ്ദേഹം നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സ്മരണ ഈ സമയത്ത് ഞാൻ ഒന്നുകൂടെ പുതുക്കുകയാണ്. നാം എല്ലാവരും അദ്ദേഹത്തെ ഓർക്കണം. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്ക് സൈറ്റിൽ വായിച്ചെടുക്കാനായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഡെന്നീസ് പടികം പാസ്റ്ററോട് കാസർഗോഡ് വിളിച്ചു ചോദിച്ചാൽ നല്ല കുറേ ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെല്ലാം ഒത്തുകൂടുന്ന സമയത്ത് ഈ നിക്കോൾസ് റോയി പ്രാർത്ഥിച്ചായിരുന്നു പല യോഗങ്ങളും നടന്നിരുന്നത് എന്നുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. നെഹ്റുവിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു, അടുത്ത സ്നേഹബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു. രാഷ്ട്രീയത്തിൽ അഗാധമായ പ്രവർത്തന വൈഭവവും ആഴമേറിയ രാഷ്ട്രീയ അറിവും ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിക്കോൾസ് റോയ് എന്ന പെന്തിക്കോസ്ത് പ്രീച്ചർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്നതിൽ അതിൻ്റെ സമിതിയിൽ അംഗമായി ഇരിക്കാൻ സാധിച്ചത്. അത് ഏവർക്കും നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രമപരമായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ 6ാം ഷെഡ്യൂൾ, അതായത് ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ എഴുതി ചേർത്തുകൊണ്ട് ഭരണഘടന രൂപീകരിക്കപ്പെട്ടത് എന്ന് ഈ സമയത്ത് നമ്മൾ ഓർത്തിരിക്കണം. നിക്കോൾസ് റോയ് എന്ന പെന്തിക്കോസ്തുകാരനെ നമ്മൾ എല്ലാ കാലവും ഓർക്കുവാൻ ബാധ്യസ്ഥരാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ.